പോളിംഗ് ദിനത്തിൽ കോൺഗ്രസ് രാജകുമാരി മണ്ഡലം പ്രസിഡന്റ് റോയി ചാത്തനാട്ടിനെ രാജകുമാരി ഖജനാപ്പാറയിൽ മാരകായുധങ്ങളുമായി ആക്രമിച്ച സംഭവത്തിൽ 3 CPM പ്രവർത്തകർ അറസ്റ്റിൽ. UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം LDFന്റെ പ്രകടന പത്രിക കത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയതാണ് റോയി ചാത്തനാട്ടിനെ CPM പ്രവർത്തകർ ആക്രമിക്കാനുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത്. CPIM ബ്രാഞ്ച് കമ്മിറ്റി അംഗം സേനാപതി ആവണക്കുച്ചാൽ ആലിനിക്കൽ ബേബി, രാജകുമാരി തളിച്ചിറയിൽ ഷോബി, ആവണക്കുംചാൽ ലക്ഷംവീട് ഉന്നതിയിലെ അജിത് എന്നിവരെയാണ് രാജക്കാട് പോലീസ് വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായി അറസ്റ്റ് ചെയ്തത്. LDF പ്രകടന പത്രികയിലെ കർഷക വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ച് UDF രാജകുമാരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം LDFന്റെ പ്രകടന പത്രിക കത്തിച്ചിരുന്നു. ഇതിന് നേതൃത്വം നൽകിയതാണ് റോയി ചാത്തനാട്ടിനെ CPIM പ്രവർത്തകർ ആക്രമിക്കാനുള്ള കാരണമെന്നാണ് പോലീസ് പറയുന്നത്. 1-ാം പ്രതി ബേബിയുടെ ജീപ്പിലെത്തിയ സംഘം മദ്യലഹരിയിലായിരുന്നു എന്നും മർദ്ദനമേറ്റ റോയി ചാത്തനാട് പറഞ്ഞു. കൈനാപ്പാറ ബൂത്തിൻ്റെ ഫ്രണ്ടിലേക്കായിരുന്നു. അപ്പോൾ ആലാനിക്ക ബേബി മറ്റത്തി പാപ്പത്തിൻ്റെ ഇളയമാണ് തലയിച്ചിറ സേവിങ്ങൂടെ വന്നിട്ട് ഇനി ഞങ്ങളുടെ പ്രകടന പത്രിക കത്തിക്കൂ എന്ന് ചോദിച്ചുകൊണ്ട് ആലാനിക്ക ബേബി വടിവാളായിട്ടായിരുന്നു. അത് 3 അടി നീളമുള്ള വാളമായിട്ടാണ്. ഞാൻ വാളിന് വട്ടം പിടിച്ചപ്പോൾ 2 പേര് കൂടി എൻ്റെ തലയ്ക്കോട്ടും ചങ്കിനോട്ടും ഇടിക്കുകയായിരുന്നു. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റി കഴിഞ്ഞു. തലയ്ക്ക് നല്ല ഇതാണ്, തലക്കെട്ടാണ് ഇടി കൂടുതലായിട്ട്. വേറെ നമ്മുടെ പാർട്ടിക്കാർ വന്ന് പിടിച്ചു മാറ്റി ഇത് ചെയ്യണം. അവരെ പിടിച്ചു മാറ്റി അവിടെ കൊണ്ടുവന്നുണ്ടായിരുന്നു. ഞാൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞിട്ട് അവരവിടെ ഉണ്ടായിരുന്നു. ബാക്കി എന്നാ നല്ലതെന്ന് എനിക്കറിയില്ല. നിയമമായിട്ട് അവിടെയായിട്ട് മുന്നോട്ട് പോകും. കാരണം വടിവാളുമായിട്ട് പിന്നെ ഒരു ഇലക്ഷൻ കഴിയുന്ന സമയത്ത് പരാജയഭീതിയെ മണക്കൊണ്ട് ഒരു വടിവാളുമായിട്ട് ഈ പഞ്ചായത്തിലുള്ള മറ്റു പഞ്ചായത്ത് നാളെ വിളിച്ചു. പോളിംഗ് ദിനത്തിൽ രാവിലെ ഇവർ റോയിയെ അന്വേഷിച്ച് രാജകുമാരിയിലെ പോളിംഗ് ബൂത്തിന് സമീപം എത്തിയെങ്കിലും കണ്ടെത്തിയില്ല. പോളിംഗ് അവസാനിച്ചതിന് ശേഷം റോയിയെ ഫോണിൽ വിളിച്ച് എവിടെയാണെന്ന് സ്ഥിരീകരിച്ച ശേഷമാണ് ഖജനാപ്പാറയിലെത്തി ആക്രമണം നടത്തിയത്. കൊല്ലുമെന്ന് ആക്രോശിച്ച് 1-ാം പ്രതി ബേബി റോയിക്ക് നേരെ വടിവാൾ വീശിയെങ്കിലും റോയി ഒഴിഞ്ഞുമാറി. തുടർന്ന് അജിത്തും ഷോബിയും ചേർന്ന് റോയിയുടെ മുഖത്തിടിക്കുകയും കൊളുത്തുപോലുള്ള ഇരുമ്പിന്റെ ആയുധം ഉപയോഗിച്ച് റോയിയുടെ തലയിൽ അടിക്കുകയും ചെയ്തു എന്നാണ് പോലീസിന്റെ പ്രഥമ വിവര റിപ്പോർട്ടിലുള്ളത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.